ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുഡ് കൊടുക്കുന്നതിൽ വേറൊരു സർപ്രൈസ് കൂടിയുണ്ട്. ശ്രാവന്തിക ചെന്നൈ പോയിരിക്കുകയാണ്. ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ വളരെയധികം പ്രത്യേകതയുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ എല്ലാ തവണയും ഫുഡ് കൊടുക്കുന്ന പോലെ ഇത്തവണ നമ്മൾ ഫുഡ് കൊടുക്കുകയാണ്. ഇത്തവണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് കൊടുക്കണം കേട്ടോ. രാവിലെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ രാത്രിയാണ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു സമയത്താണ് എത്തിയതെല്ലാം കളക്ട് ചെയ്തിട്ട്. കാരണം ഇന്ന് ഡേ ടൈം കംപ്ലീറ്റ് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ആണ് ഈ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും പറ്റിയില്ല. കാരണം ഒറ്റയ്ക്കായതുകൊണ്ട് പോയിട്ട് എല്ലാം മേടിച്ചിട്ട് വന്നു. ഇത്തവണ ശ്രാവന്തിക ചെന്നൈ പോയിരിക്കുകയാണ് അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനാണുള്ളത്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ സുരേഷ് ഉണ്ട് വീഡിയോ എടുക്കാനായിട്ട്. സോ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു തിരുവനന്തപുരം സ്റ്റൈലിലുള്ള സാമ്പാറും പിന്നെ അതുപോലെ തന്നെ ഇഡ്ഡലിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇത്തവണ നമ്മൾ 100 പൊതി കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 100 പൊതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വലിയതായിട്ട് ഇങ്ങനെ ബൾക്കായിട്ട് കുക്ക് ചെയ്യുന്ന കുക്കോ ഒന്നും അല്ല. പക്ഷേ ഞാൻ ഈ 100 പേർക്കുള്ള സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറി വാങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. സോ നമുക്ക് നോക്കാം 100 പേർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. എല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട്, എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും നമ്മൾ ഓരോ പച്ചക്കറി വെച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ എല്ലാ പച്ചക്കറിയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം അതിൽ ഇടുന്ന എല്ലാ പച്ചക്കറിയും വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഉരുളൻകിഴങ്ങ് ഞാൻ സാമ്പാറിൽ ഇടാറില്ല. പക്ഷേ നമ്മുടെ ഒരു സാമ്പാറിന് കൊഴുപ്പ് കൂടാനും ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടും ഞാൻ ഉരുളൻകിഴങ്ങ് വാങ്ങി. ഞാൻ ചേമ്പിൻ്റെ കിഴങ്ങ് മാത്രമേ ഞാൻ സാമ്പാറിൽ നോർമലി ഇടാറുള്ളൂ. അപ്പോൾ ഇടാത്തൊരു സാധനം ഇതാണ്. പിന്നെ 2 ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കം നമുക്ക് വലിയ ടേസ്റ്റ് ഒന്നും കാണില്ല. എന്നാലും ഈ 2 ക്യാപ്സിക്കം ഇവിടെ വീട്ടിലിരുന്നതാണ്. ഇത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ നമ്മളിത് വയ്ക്കും. അപ്പോൾ നമ്മൾ സാമ്പാറിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കണവരെങ്ങനെയും കഴിക്കും. അപ്പോൾ 2 വീട്ടിലിരുന്നത് എടുത്തതാണ്, ബാക്കിയെല്ലാം നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഫുഡ് കൊടുക്കുന്നതിന് വളരെയധികം ഒരു പ്രത്യേകതയുണ്ട്. പച്ചക്കറി വാങ്ങുന്ന ശരിക്കും വീഡിയോ എടുക്കാനായിട്ട് പറ്റിച്ചില്ല കേട്ടോ. പച്ചക്കറി എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞ് വരുന്ന വഴിക്ക് നല്ലൊരു പച്ചക്കറി മാർക്കറ്റ് കണ്ടു. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നാണ് പച്ചക്കറി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല പച്ചക്കറി തന്നെ വേണം എന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ സാമ്പാർ മാത്രം കൊടുക്കുന്നത് കൊണ്ട് നല്ലൊരു കറി ആയിരിക്കണം, നല്ല ഫ്രഷ് പച്ചക്കറി ആയിരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നമ്മൾ ഓരോ കിലോ വീതമാണ് നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുള്ളത്. ടൊമാറ്റോയൊക്കെ പക്ഷേ 2 കിലോ വാങ്ങിയിട്ടുണ്ട്. വെള്ളരിക്കയൊക്കെ കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. വെള്ളരിക്കയൊക്കെ 2.5 കിലോ കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. വെള്ളരിക്ക അങ്ങനെ അതുപോലെ സാധനങ്ങൾ. ടൊമാറ്റോയും കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ ഓരോ കിലോ വീതം വാങ്ങിയിട്ടുണ്ട്. കറിവേപ്പിലേക്ക് നമുക്ക് അവർ ഫ്രീ ആയിട്ട് തന്നാണ് കേട്ടോ. ഇത്രയും പച്ചക്കറിയൊക്കെ വാങ്ങിയപ്പോഴത്തേക്കും ഫ്രീ ആയിട്ട് തന്നാണ്. ഞാൻ ആദ്യമായിട്ട് കയറുന്ന കടയായിരുന്നു. നല്ല അഫോർഡബിളായിട്ട് തന്നെ എനിക്ക് പച്ചക്കറിയെല്ലാം വാങ്ങാനും പറ്റി. ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുഡ് കൊടുക്കുന്നതിൽ വേറൊരു സർപ്രൈസ് കൂടിയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണുക. അപ്പോൾ ഈ വീഡിയോയിൽ ഒരു സർപ്രൈസ് കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും എല്ലാ മാസവും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം മുതൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്തവണ മുതൽ അതും പ്രാവർത്തികമാക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന കൂടി പ്രാവർത്തികമാക്കുകയാണ്. അപ്പോൾ അതും നമ്മളൊരു 100 പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ സർപ്രൈസ് വീഡിയോ കാണുന്നതിന് മുമ്പേ ഗസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എന്നിട്ട് ആ സർപ്രൈസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ഫോർവേഡ് ചെയ്ത് കാണുകയും ചെയ്യരുത്. ക്യാരറ്റൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ക്യാരറ്റാണ് കേട്ടോ. സുരേഷാണ് കേട്ടോ ഉള്ളിയൊക്കെ പൊളിച്ച് സഹായിച്ചിരുന്നത്. സുരേഷാണ് ഇവിടെ സഹായിക്കാനും ഒക്കെ വരുന്നത്. എല്ലാവരും നയൻതാര എന്നാണ് വിളിക്കുന്നത്. സുരേഷിന് ട്രാൻസ് ആവാനാണ് ആഗ്രഹം. ഞാനിങ്ങനെ സുരേഷ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേരിങ്ങനെ പറഞ്ഞു എന്താ നയൻതാര എന്ന് പറയാത്തതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ തിരുവനന്തപുരത്ത് സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെല്ലാ പച്ചക്കറികളും ഉപയോഗിക്കേ.
അപ്പോൾ നിങ്ങളവിടെയൊക്കെ പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ളവരും ഞാൻ പറഞ്ഞ ഈ പച്ചക്കറികളെല്ലാം ഇടാറുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ള ജില്ലകളിലുള്ളവരൊക്കെ നിങ്ങൾ എന്തൊക്കെ പച്ചക്കറികളാണ് സാമ്പാറിൽ ആഡ് ചെയ്യാറുള്ളതെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്താ പറയുക, ഞാൻ കൂട്ടിയിട്ടുള്ളതും തിരുവനന്തപുരത്ത് ചെറുതിലെ വിട്ട് കഴിക്കുന്നതൊക്കെ നമ്മൾ സകലമാന പച്ചക്കറികളും ഇട്ടിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. അപ്പം എല്ലാം കൂടിയിട്ടുള്ള പച്ചക്കറി ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ തമിഴ്നാട് ഒക്കെ നമ്മൾ കഴിക്കാറുള്ളപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ വെങ്കായ സാമ്പാർ, വെണ്ടയ്ക്ക സാമ്പാർ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ കുറച്ച് ഈ സാധനങ്ങൾ, സവാള മാത്രം ഇട്ടിട്ടുള്ള സാമ്പാറും അല്ല പരിപ്പ് ഉള്ളി മാത്രം ഇട്ടിട്ട് സാമ്പാറും അല്ലെങ്കിൽ കത്തിരിക്ക സാമ്പാർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ സാധനം മാത്രം വെച്ചിട്ട് സാമ്പാർ വയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതാണ്, നമ്മൾ എല്ലാ പച്ചക്കറി ഇടും. ചിലർ ഈ കായൊക്കെ ഇടും കേട്ടോ. നമ്മളിവിടെ പേമൊന്തം കായ എന്ന് പറയുന്നത് നിങ്ങളവിടെ എന്ത് പറയുന്നറിയില്ല. ആ കായ്ക്ക് വേണ്ടത് ഒരു പേമൊന്തം കായ എന്നൊക്കെ പറയുന്ന കായുണ്ട്. ചിലർ അവിയൽ ഉപയോഗിക്കും, ഞാനത് അവിയൽ ഉപയോഗിക്കില്ല. അവിയലിൽ ഞാൻ ഏത്തക്ക മാത്രമേ എടുത്തുള്ളൂ. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, കാവരയിട്ട് സാമ്പാർ വയ്ക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇടാറുള്ളതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സാമ്പാറിന് ഞാൻ വന്നിട്ട് ഈ വെള്ളരിക്കേൻ്റെ തോല് ചെത്തില്ല. ഞാനെന്നല്ല, ട്രിവാൻഡ്രത്ത് നമ്മൾ സാമ്പാർ കണ്ടു കഴിഞ്ഞാൽ അറിയാം വെള്ളരിക്കേൻ്റെ തോല് ചെത്തുന്നുണ്ടാവില്ല. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ചെത്തിയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവിയലിന് ഈ വെള്ളരിക്കേൻ്റെ തോല് ചെത്തും. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രത്യേകതകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് എനിക്ക് കിട്ടാത്തൊരു സാധനം വഴുതനങ്ങയാണ്. ഒരുപാട് സ്ഥലത്ത് പോയായിരുന്നു, പക്ഷേ വഴുതനങ്ങ കിട്ടിയില്ല. ഒരിടത്തും വഴുതനങ്ങ ഇല്ലായിരുന്നു. കത്തിരിക്കയാണ് കിട്ടിയത്. കത്തിരിക്ക നമുക്ക് ഒരുപാട് ചേർക്കാനും പറ്റില്ല. കത്തിരിക്ക ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ കറികൾ കറുത്തു പോകും. കത്തിരിക്ക ഒരു കളറ് അങ്ങനെയാണ്. അപ്പം അവിയലിനാണെങ്കിലും അവിയലിൽ നമ്മൾ വഴുതനങ്ങ മാത്രമേ ഇടുള്ളൂ. സാമ്പാറിനാണെങ്കിലും ഒരുപാട് കത്തിരിക്ക ഇട്ടാൽ അത് ചുവയ്ക്കും. അതുപോലെ തന്നെ കളർ ഒരു ചേഞ്ചും ഉണ്ടാകും. അത്രയൊരു കളറും അത്ര നന്നായിട്ട് വരില്ല. അപ്പോൾ കത്തിരിക്ക ഞാൻ ഇതിൽ ഏറ്റവും കുറച്ച് ചേർക്കുന്നത് എനിക്ക് തോന്നുന്നു കത്തിരിക്കയാണ് ഞാൻ ചേർക്കണമെന്ന് തോന്നുന്നു. കത്തിരിക്ക പക്ഷേ നല്ല നമുക്ക് കൊഴുപ്പ് കിട്ടും, കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. ഇപ്പോൾ രാത്രി 1 മണിയായി കേട്ടോ. കാരണം നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 6 മണിയൊക്കെ ആകുമ്പം കംപ്ലീറ്റ് നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും എല്ലാം പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്തും കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വെണ്ടയ്ക്ക കട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ മുരിങ്ങക്ക ഉണ്ട്. അതുപോലെ ക്യാപ്സിക്കം എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ക്യാപ്സിക്കം എടുക്കുന്നില്ല. അപ്പോൾ ക്യാപ്സിക്കം ഓൾറെഡി സാമ്പാറിൽ ഇടില്ല. പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എടുക്കാമെന്ന് വെച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന് വെച്ചു, ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ വെണ്ടയ്ക്ക ഉണ്ട്, ഇനി മുരിങ്ങക്ക ഉണ്ട്, അതുപോലെ തന്നെ അമരയ്ക്ക കൂടെ ഉണ്ട്. ഒരു വെള്ളരിക്ക എടുക്കുന്നില്ല. വെള്ളരിക്ക ഇപ്പം ഏകദേശം ആയി. വെള്ളരിക്ക ഒരുപാടായിക്കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ ആ കൊഴുപ്പ് അങ്ങ് നഷ്ടപ്പെടും. ഒരുമാതിരി ഇങ്ങനെ വെള്ളം പോലെ കിടക്കും. അപ്പം അങ്ങനെ എനിക്ക് താല്പര്യമില്ല അങ്ങനെ ചെയ്യാനായിട്ട്. വെള്ളം പോലെ കുറച്ചിത്തിരി സാമ്പാർ എന്ന് പറയുമ്പോൾ കുറച്ച് കൊഴുപ്പൊക്കെ വേണം. അപ്പോൾ അത് ഞാൻ അമരയ്ക്കയും കട്ട് ചെയ്ത് മുളകും ഞാൻ ആവശ്യത്തിനുള്ള മുളക് എടുത്തിട്ടുണ്ട്. തൊണ്ടമുളക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു തടിയങ്ക ഇരിപ്പുണ്ട്, അതുകൂടി കട്ട് ചെയ്യാനുണ്ട്. വെണ്ടയ്ക്ക ഏകദേശം ചെയ്ത് കഴിയാറായി. ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഏകദേശം ഇപ്പം 1 മണി കഴിഞ്ഞു. അപ്പം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇഡ്ഡലി മാവിൽ ഉപ്പൊക്കെ മിക്സ് ചെയ്ത് വയ്ക്കണം, എന്നിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം പുറത്ത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു, എല്ലാ തവണയും നമ്മൾ പുറത്ത് വെച്ചിട്ടാണല്ലോ വലിയ അടുപ്പ് വെച്ച് സെറ്റ് ചെയ്ത്, അപ്പോൾ വലിയ അടുപ്പിലെ സാമ്പാർ വയ്ക്കാൻ പറ്റുള്ളൂ. ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇഡ്ഡലി ഞാൻ വിചാരിച്ചു അകത്ത് ഗ്യാസിൽ തന്നെ വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം അത് 3 അടുപ്പുണ്ട്, എനിക്ക് 3 ഇഡ്ഡലി പാത്രമുണ്ട്. അപ്പം 3 എണ്ണം വെച്ചിട്ട് കുറച്ച് സമയം വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 100 പൊതി എന്ന് പറയുമ്പോൾ 4 ഇഡ്ഡലി വെച്ച് ഒരു പാക്കറ്റിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 400 ഇഡ്ഡലി നമുക്ക് വേണം. അപ്പോൾ അത് നമുക്കൊരു 10-11 പ്രാവശ്യമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സാമ്പാറും ഇവിടെ ആവും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് സാമ്പാറിന് ഇവിടെ അടുപ്പ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം പുറത്ത് നല്ല ഇരുട്ടുമാണ്. അപ്പോൾ അത്ര അങ്ങോട്ട് അവിടെ ഇറങ്ങി നമുക്ക് നിന്ന് ചെയ്യുമ്പം ശരിക്കും അടുപ്പിനകത്ത് നമ്മൾ ആ പാത്രത്തിനകത്തും കാണാനും പറ്റില്ല. നമുക്ക് കുക്ക് ചെയ്യുമ്പോഴും കാണാൻ പറ്റില്ല, ഒരു ലൈറ്റ് വെട്ടമൊന്നും ആ ഭാഗത്തോട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വയ്ക്കാം, വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇവിടെ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ജസ്റ്റ് എടുത്ത് വയ്ക്കുന്ന അടുപ്പാണ്. അപ്പോൾ ഞാൻ കരുതി ഇവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു കട്ടൻ ചായ ഇട്ടായിരുന്നു, ഉറക്കം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായ ഇട്ട് കുടിച്ചു. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നൈറ്റ് ഇങ്ങനെ ഇരുന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിലും ഫുഡ് കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ആയാലും
ലഞ്ച് കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾ നൈറ്റ് ഉറങ്ങിയിട്ടില്ല. പിന്നെ എല്ലാം കൊടുത്തിട്ട് വന്നിട്ടാണ് കുറച്ച് നേരം കിടന്ന് നന്നായിട്ട് ഉറങ്ങിയത്. അപ്പം ഇന്നാണെങ്കിൽ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ തന്നെയാണ് ഫുള്ള് കട്ട് ചെയ്ത് എല്ലാവരും എടുത്തത്. ഉള്ളി പൊള്ളിച്ച് തരാൻ ആളുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ തന്നെയാണ് വൃത്തിയാക്കി കട്ട് ചെയ്തൊക്കെ എടുത്തത്. അപ്പോൾ അതിന് നല്ല സമയം എടുക്കും. ഡേറ്റ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്തൊക്കെ വെച്ച് എല്ലാം ചെയ്തിട്ട് നമുക്കൊരു 2 മണിയൊക്കെ ആകുമ്പം അതുവരെ കിടന്ന് നന്നായിട്ട് ഉറങ്ങിയിട്ട് ഒക്കെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ടൈം അല്ലല്ലോ. ഡേറ്റ് ടൈം ഞാനില്ലായിരുന്നു, വർക്കിന് പോയിരുന്നു. അപ്പോൾ കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് റെസ്റ്റ് ചെയ്യാനുള്ള സമയം ഇല്ല. അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ നമ്മൾ ഉറക്കം കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം അതങ്ങ് ആസ്വദിച്ചങ്ങ് ചെയ്യാം. ഓക്കെ. അപ്പോൾ വെണ്ടയ്ക്കെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു, പച്ചക്കറി എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാം കട്ട് ചെയ്ത് എല്ലാം സെറ്റായി ഒതുക്കി വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ സമയം 2:30 മണിയായി കേട്ടോ. അപ്പോഴാണ് കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പം ഇഡ്ഡലിയുടെ മാവൊന്ന് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അടുത്ത പരിപാടി അതാണ്. എന്നിട്ടേ സാമ്പാറിനുള്ള അടുപ്പ് കത്തിക്കുന്നുള്ളൂ. ഒന്ന് ഇഡ്ഡലീൻ്റെ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം, അതായിരിക്കും നല്ലത്. ഇതൊക്കെ ഇങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാവ് ഇങ്ങോട്ട് കൊണ്ടുവരാം. സ്പേസൊക്കെ കൺജസ്റ്റഡ് ആണ് കേട്ടോ, കാരണം അത്രയും വലിയൊരു സംഭവബഹുലമായ അടുക്കളയല്ല, വളരെ കുഞ്ഞടുക്കളയാണ്. അരച്ച് നല്ല സെറ്റ് ചെയ്ത് അതിൽ കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മണം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലിയിലെ മാവ് നന്നായിട്ട് നമ്മൾ മിക്സ് കൊടുക്കട്ടെ. ചില തലേദിവസമൊക്കെ ഉപ്പിട്ട് വയ്ക്കുക, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒരുപാട് മാവ് പുളിച്ചു പോകും. ഇഡ്ഡലിക്കെന്ന് വെച്ചാൽ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒരുപാട് പുളിച്ചു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് പുളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും. അതുകൊണ്ട് നല്ല തിക്കായിരിക്കണം മാവ് നല്ല തിക്കായിരിക്കണം. ലൂസായി പോയി കഴിഞ്ഞാൽ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ടൊന്നും വരത്തില്ല കേട്ടോ. നല്ല തിക്കായിരുന്നു കഴിഞ്ഞാൽ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് വരും. എല്ലാം മിക്സായി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മാവൊന്ന് താഴും. അത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ കോരി വയ്ക്കാൻ പറ്റില്ല, ഒരു ചെറിയൊരു പാത്രത്തേക്ക് പകർന്നു കഴിഞ്ഞാൽ നമുക്ക് കോരി വയ്ക്കാം. ഓക്കേ, മാവ് സെറ്റായി. തട്ടിൽ വെളിച്ചെണ്ണ പറ്റിച്ച് കൊടുക്കും. ചിലർ വെളിച്ചെണ്ണ പറ്റിക്കില്ല, ചിലർ ഈ എണ്ണ തുണി ഉണ്ടാവും, നമ്മൾ ദോശക്കല്ലിലേക്ക് പറ്റിക്കുന്ന ഒരു എണ്ണ തുണി ഉണ്ടാവും. അപ്പോൾ ആ എണ്ണ തുണി വെച്ചിട്ട് ചിലപ്പോൾ ചിലർ എണ്ണ തുണി വെച്ച് പറ്റിക്കും. ഞാൻ പക്ഷേ വെളിച്ചെണ്ണ ഡയറക്റ്റ് അങ്ങ് തേക്കും. നോക്കുക ഏത് തട്ടാണ് ഏതില്ലെന്ന് നോക്കിയിട്ട് നമുക്ക് മാവ് കോരിയെടുക്കാം. ഇഡ്ഡലി നമ്മൾ വെച്ചു. അപ്പോൾ കുറച്ച് ഗ്യാസ് കൂട്ടി വെച്ചെടുക്കാം. ഞാനത് കുറച്ച് വെച്ചെടുത്തിരിക്കുകയായിരുന്നു. തുണി വെച്ചിട്ടും ഇതിൽ വയ്ക്കാം കേട്ടോ. തുണി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല. തുണി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ചൂട് കയറി തുടങ്ങി, അടച്ചു കൊടുക്കാം. അപ്പം 3 പേരും കൂടെ സെറ്റായിരുന്നു അങ്ങോട്ട് ഇഡ്ഡലിയാവും. കുറച്ച് സമയം ഇരിക്കണം. തിളച്ച ആവി വന്നു കഴിഞ്ഞാൽ തീ കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ ആവി വന്നു. അപ്പോൾ ഇനി ഇതിലൊക്കെ ആവി വരാനുണ്ട്. ആവി വന്നു കഴിഞ്ഞാൽ തീ കുറച്ച് കൊടുക്കണം. കാരണം നമ്മൾ 3 അടുപ്പിലും, അതും ഗ്ലാസ് ടോപ്പാണ്. അപ്പോൾ 3 അടുപ്പും നമ്മൾ ഒരേ സമയം കത്തിക്കുകയാണ്. കത്തിച്ച് വയ്ക്കുന്നതുകൊണ്ട് നമ്മൾ തീ വളരെ സിമ്മിലിട്ടിട്ട് വേണം കത്തിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വേറെ മാറ്റി വെക്കുന്നില്ലാത്തതുകൊണ്ടും ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഇൻഡക്ഷൻ അടുപ്പിലേക്ക് വെക്കാം. ഞാൻ വിചാരിക്കുന്നു അടുത്ത് ഇനിയിപ്പം ഒരു പാത്രം എടുത്ത് ഇൻഡക്ഷനിലേക്ക് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ 3 അടുപ്പും നമ്മൾ ഒരേ സമയം നിന്ന് ഭയങ്കര ഹീറ്റിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്ലാസ് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ചെയ്യരുത്. ഇങ്ങനെ 3 അടുപ്പ് ഒരേ സമയം ഇങ്ങനെ തീയിട്ടുകൊണ്ടിരിക്കരുത്. അപ്പോൾ ചിലപ്പോൾ ഗ്ലാസ് ടോപ്പാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ, അപ്പോൾ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ചിലപ്പം ഒരു ഇഡ്ഡലി പാത്രം ഇൻഡക്ഷനിലേക്ക് മാറ്റും. നമ്മൾ പറഞ്ഞല്ലോ വെളിയിൽ വെച്ച് കുക്ക് ചെയ്യാനായിട്ട് വെളിയിൽ പറ്റത്തില്ല. കാരണം ഭയങ്കര ഇരുട്ടും ഒക്കെയാണ്, ലൈറ്റ് ഒക്കെ വളരെ വെളിച്ചം കുറവാണ്, നമുക്ക് അറിയാൻ പറ്റില്ല എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിലോട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളിയും അമരക്കയും കൂടിയിട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത്.
ഞാൻ സാമ്പാറിൽ സവാള ഇടാറില്ല, ചെറിയ ഉള്ളി ആണ് കൂടുതലും ചേർക്കാറുള്ളത്. പിന്നെ പരിപ്പ് ഞാൻ ചുവന്ന സാമ്പാർ പരിപ്പും അതുപോലെ തന്നെ മഞ്ഞ സാമ്പാർ പരിപ്പും എടുത്തിട്ടുണ്ട്. അത് 1.5 കിലോ എടുത്തു കേട്ടോ. നമുക്ക് കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുമേ. അപ്പോൾ ഞാൻ കുതിർത്ത് വെച്ചില്ല, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. പിന്നെ ഈ അടുപ്പിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആവും, വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആവും. ഇഡ്ഡലി നമ്മൾ 3 പാത്രത്തിലായിട്ട് വെച്ചുകൊണ്ട് പെട്ടെന്ന് ആവും കേട്ടോ. എന്നാലും ഒരു 20 മിനിറ്റോളം ചെറു തീയിലിരുന്നിട്ട് ഇഡ്ഡലി നന്നായിട്ട് വേവണം. കണ്ടോ? ആഹാ, നമ്മൾ ആദ്യം വെച്ചത് ഈ പാത്രത്തിലാണ്. അപ്പോൾ അത് ഓക്കെ ആണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ അതിന് ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊരു കറിവേപ്പില തണ്ടെടുത്ത് കേട്ടോ, അതിലാണ് കുത്തി നോക്കുന്നത്. സെറ്റായിട്ടുണ്ട്, വെന്തിട്ടുണ്ട് ഇഡ്ഡലി. ഇതാവാൻ സമയമായിട്ടില്ല. അപ്പോൾ ഇത് ഇരിക്കണം, കുറച്ച് സമയം കൂടി ഇരിക്കണം. അപ്പോൾ ഇതും ഇരിക്കണം. ഇത് ലാസ്റ്റ് വെച്ചതാണ്. അപ്പോൾ കുറച്ചുകൂടി ഇതിരിക്കണം. തീ കുറച്ച് വെച്ച് കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്യാം. ഇപ്പോൾ തുണി ആണ് വയ്ക്കുന്നതെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ നമുക്ക് എടുത്ത് തട്ടിയിട്ട് വീണ്ടും നമുക്ക് ഇതിലോട്ട് വയ്ക്കാം. അപ്പോൾ ഇത് കുറച്ചൊരു 5 മിനിറ്റ്സ് എടുക്കും, ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ചൂടാണ്, എന്നാലും എനിക്കിങ്ങനെ എടുത്ത എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല ചുടുചുടായ ഇഡ്ഡലി. പരിപ്പ് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ഒന്ന് ചൂട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അമരയ്ക്കും ചെറിയ ഉള്ളിക്കും അതുപോലെ പരിപ്പിനുമാണ് കുറച്ച് വേവാനായിട്ട് കുറച്ച് താമസമുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ആദ്യം ഇട്ടേക്കുന്നത്. അമരയ്ക്കയും ഏകദേശം ചെറിയ ഉള്ളിയും വെന്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ചേമ്പും അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങും ക്യാരറ്റും മത്തനും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കുറച്ച് മറ്റുള്ള പച്ചക്കറിയേക്കാളും കുറച്ച് സമയം വേവ് കൂടുതലാണേ. അപ്പോൾ അതും കൂടി ഞാനൊന്ന് ഇട്ട് കൊടുത്തു. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാവേ. മഞ്ഞപ്പൊടി ഞാനെല്ലാം ഒരു കൈ മെഷറാണ്. അപ്പോൾ അതിന് വേണ്ടി വരുന്ന തരത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ പച്ചക്കറിയിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ കഷ്ണമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് പകുതി വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെക്ഷൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അടുത്ത പച്ചക്കറി ഇടാം കേട്ടോ. അടുത്ത് നമ്മൾ മുരിങ്ങയ്ക്കായും കത്തിരിക്കയും തടിയങ്കായും എല്ലാം കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് വെള്ളരിക്ക ഇട്ട് കൊടുത്തു. നമുക്ക് പിഴിപുളി കഷ്ണം ഏകദേശം വെന്ത് വന്നു കഴിഞ്ഞാൽ നല്ല പിഴിപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിഴിപുളി നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതുവരെ ഉപ്പിട്ട് കൊടുത്തില്ലല്ലോ, അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കഷ്ണത്തിലും എല്ലാത്തിനുമായിട്ട് വേണം. അപ്പോൾ അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി. നന്നായിട്ട് കഷ്ണമൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചക്കറിയൊക്കെ ഒരു 1/4 ഇതായിട്ട് വെന്തിട്ടുണ്ടേ. അപ്പോൾ ഇത് നമുക്ക് വെണ്ടയ്ക്കയും മുളകും സാമ്പാർ മുളകും അതുപോലെ തന്നെ ടൊമാറ്റോ ഒന്ന് വഴറ്റി അതിൽ തന്നെ മസാലയും വഴറ്റി നമുക്ക് ചേർക്കാം. അപ്പോൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കണം. വെണ്ടയ്ക്ക ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാതെ. കാരണം വെണ്ടയ്ക്ക ഭയങ്കര ഒരു വിഴുവിഴുപ്പാണ്. അപ്പോൾ ചിലർ ഡയറക്റ്റായിട്ട് നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ എല്ലാ പച്ചക്കറിയും കൂടെ ഒരുമിച്ചിട്ട് വയ്ക്കും.
അപ്പോൾ അത് ഭയങ്കര എനിക്കത് നല്ല ഒരു കാര്യമായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റായിട്ടോ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വഴറ്റിയെടുത്ത് ഇതിൽ തന്നെ നമ്മൾ മസാലകളും സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കൂട്ട് മസാലകളും എല്ലാം ഇതിൽ തന്നെ വഴറ്റി ചേർക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക നന്നായിട്ട് വഴട്ടാം. കാരണം ടൊമാറ്റോയ്ക്ക് അത്രയും ഇതില്ല. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ മുരിങ്ങയ്ക്കയും നമുക്കിടാം കേട്ടോ. ഞാൻ മുരിങ്ങയ്ക്ക ഒരു അര വേവായപ്പോഴത്തേക്ക്, പച്ചക്കറിയൊക്കെ ഒരു അര വേവായപ്പോഴത്തേക്കാണ് ഞാൻ മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുത്തത്. വെണ്ടയ്ക്ക നന്നായിട്ട് കിടന്നൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അതിൻ്റെ ആ വിഴുക്കൊക്കെ ഒന്ന് പോയി വെണ്ടയ്ക്ക ഒന്ന് നല്ല ഉറപ്പ് വരും. അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ ഇതിലോട്ട് തക്കാളിയും മുളകും ചേർത്ത് കൊടുക്കരുത്. കാരണം എങ്കിൽ നമുക്ക് മസാല മൂപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ഇതിലോട്ട് മുളക് പൊടി ഇടുക കേട്ടോ. അവിടെ അത്യാവശ്യം 4-5 സ്പൂൺ മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. കായം അത്യാവശ്യം നന്നായിട്ടൊക്കെ ചേർക്കണം. കായമാണ് സാമ്പാറിൻ്റെ ഒരു മണവും ഇതെല്ലാം കിട്ടുന്ന കായമാണ് കേട്ടോ. കുറച്ച് ജീരകപ്പൊടിയും ചേർക്കുന്നുണ്ട്. ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. സാമ്പാർ പൊടിയാണ് കേട്ടോ. ഈ മസാല ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. മസാല ഒന്ന് ചൂടാക്കണം കേട്ടോ. പച്ചയ്ക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കരുത്. ഒന്ന് ചൂടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് മസാല ചൂടാക്കുന്നതായിരിക്കും ബെറ്ററേ. അത് ശ്രദ്ധിക്കണം. തീ കൂട്ടിയിടരുത്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മസാല ചൂടാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. ഈ മസാല നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എല്ലായിടത്തും പിടിക്കുന്ന തരത്തിൽ മസാല ചൂടാക്കിയാൽ നല്ലതാണ്. മസാല ഒന്ന് ചൂട് കയറി സെറ്റായൊരു മണം വരും. മസാല എല്ലാം കൂടി ചൂടാവുന്ന സമയത്ത് നമുക്കൊരു മണം കിട്ടും. അപ്പം മണം കിട്ടുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ച തക്കാളിയും അതുപോലെ തന്നെ സാമ്പാർ മുളകും കൂടെ ചേർത്ത് കൊടുക്കും. തക്കാളിയും സാമ്പാർ മുളകും കൂടെ ചേർത്തിട്ട് പതിയെ അതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ മസാല ഒന്ന് വെറ്റാവും. തക്കാളി ഇട്ടിട്ട് നമ്മൾ ഒരുപാട് സമയം ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കാളി അങ്ങ് ഉടഞ്ഞു പോകും. സാമ്പാറിൽ തക്കാളി ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴാണ് ഒരു ഭംഗിയും പിന്നെ സ്വാദും. നമ്മൾ ഒരുപാട് വെന്ത് കലങ്ങി കഴിഞ്ഞാൽ ഒരു തക്കാളിക്ക് ആ ഒരു സ്വാദ് നമുക്ക് കിട്ടത്തില്ല. സാമ്പാർ കഷ്ണം നമ്മൾ അതിലോട്ട് ഇടുമ്പോഴത്തേക്ക് ആ ഒരു തക്കാളിയുടെ പ്രസൻസ് വേണം. എനിക്കങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ എല്ലായിടത്തേക്കും മിക്സ് ചെയ്യുക. മസാല നന്നായിട്ട് മൂത്ത് വരണം. മൂത്ത് നല്ല മണം നല്ല വരണം കേട്ടോ. മസാല മൂത്തിട്ട് തക്കാളി ഉടഞ്ഞു പോകാൻ പാടില്ല. മസാല മൂത്തെല്ലാം ഒരു പച്ചമണം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ വെച്ചിട്ട് കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. കൂട്ടങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കൂട്ടെല്ലാം എൻ്റെ ഒരു കൈ മെഷറിൽ ഉള്ള കൂട്ടാണേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ. എനിക്കിങ്ങനെ ഒരു കൈ അളവിലാണ് ഞാൻ കൂട്ടിടുന്നത്. ഇനി ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് ഈ ഉരുളിയിൽ പറ്റിയിരിക്കുന്ന മസാലയൊക്കെ നമുക്കൊന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സാമ്പാർ നല്ല അഴകുഴമ്പൻ സാമ്പാറാണ് കേട്ടോ റെഡിയായി വരുന്നത്. നല്ല എന്താ പറയുക, സാമ്പാർ നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർഗം മാമാ സ്വർഗം നമ്മൾ പറയത്തില്ല. ഭയങ്കര
എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി സാമ്പാറാണ്. നല്ല എല്ലാ കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് സ്പെഷ്യൽ റെസിപ്പി സാമ്പാർ. ഇത് 50 പേർക്കുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്ത് പെട്ടെന്ന് മാറ്റുകയാണ്. അടുത്തിനിപ്പോൾ ഇപ്പം സമയം ഏകദേശം 4:30 മണിയായി. അപ്പോൾ നമുക്ക് 6 മണിയാകുമ്പോൾ കംപ്ലീറ്റ് പാക്കിംഗ് എല്ലാം കഴിയണം. സാമ്പാർ റെഡിയായി. ഇനിയിപ്പോൾ ഇഡ്ഡലി പെട്ടെന്ന് നമുക്ക് പാക്ക് ചെയ്തെടുക്കാം. ഞാൻ പറയും 3 ഇഡ്ഡലി വെച്ചാൽ മതിയെന്ന്, പക്ഷേ ഞാൻ 4 ഇഡ്ഡലി വയ്ക്കുന്നുണ്ട്. എന്നാലും ഈ ഫുഡ് പൊടിയാണെങ്കിൽ എനിക്ക് ഇലയിൽ കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഞാൻ പറഞ്ഞത് ഇന്നലെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ലേറ്റായി. അപ്പം അതുകൊണ്ട് ഫുഡ് പൊതിയാനുള്ള പേപ്പറിൽ ഒരുപാട് സ്ഥലത്ത് പോയി. പല സ്ഥലത്തും പ്ലാസ്റ്റിക് പേപ്പറാണ് കേട്ടോ തരുന്നത്. എനിക്ക് അങ്ങനത്തെ പേപ്പർ വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഈ പേപ്പർ അന്വേഷിച്ച് ഒരുപാട് ഞാനിത് വാങ്ങുന്ന ശീലമില്ല. അപ്പം മിക്കപ്പോഴും നമുക്ക് കടയിൽ നിന്ന് പാഴ്സൽ ചെയ്യുന്ന ഇതുപോലത്തെ പേപ്പർ ഇതിലാണല്ലോ, അലുമിനിയം ഫോയിലായിട്ടുള്ള പേപ്പർ ഇതിലാണ്. അപ്പോൾ അത് കാരണം നേരത്തെ തന്നെ പേപ്പറും വെറുതെ നിന്ന സമയത്ത് പേപ്പറും ഇതൊക്കെ നമ്മുടെ സഹായിക്കട്ടെ എല്ലാം ചെയ്തതുകൊണ്ട് എനിക്കിത് എളുപ്പമായി പാക്കിങ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴേ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അവരത്ര സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ നമ്മളെ ഓരോ ഭക്ഷണപ്പൊതിയും വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം കിട്ടുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നലെ ഞാൻ പുലർച്ചെ 4:30 ആയപ്പോൾ എണീറ്റതാണ് വർക്കിന് പോകാൻ വേണ്ടിയിട്ട്. വർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ വന്ന വഴിക്ക് പച്ചക്കറിയും സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ആണ് ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്തതൊക്കെ. അത്ര എനിക്കിത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, വീഡിയോ മുഴുവൻ കാണണം, നിങ്ങൾക്കുള്ള സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഒരു സർപ്രൈസ് കാര്യം പറയാനുണ്ടെന്ന്. ഇന്ന് എൻ്റെയും കണ്ണൻ്റെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 1 ഇയർ തികയുന്ന ദിവസമാണ് കേട്ടോ. അപ്പം 1 ഇയർ ആനിവേഴ്സറിയും കൂടിയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇനി വൈകിച്ച് അങ്ങോട്ട് പോകാണ്ട്. കാരണം ശ്രാവന്തിയും ഇല്ല, അവളും ചെന്നൈക്ക് പോയിരിക്കാൻ. അപ്പം നമുക്ക് ഈ ഡേറ്റ് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇത് നമ്മൾ കുറേ നാളുകൊണ്ടേ ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ ലഞ്ച് കൊടുക്കും. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് കുറച്ചുകൂടി വിപുലമായിട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ പാത്രങ്ങളിലൊക്കെ വയ്ക്കുമ്പോൾ ഇതുപോലൊരു കപ്പ് എടുത്ത് കോരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അത് നമുക്ക് പകർന്നെടുക്കാം കേട്ടോ. ഞാൻ കണ്ടുപിടിച്ചതാണ്, എനിക്കല്ലാതെ അറിയത്തില്ല.
അപ്പം സാമ്പാറൊന്ന് കുറച്ച് തണുക്കണം, നല്ലപോലെ ഇരുന്ന് തണുക്കണം. അപ്പോൾ കോരി അങ്ങോട്ട് മാറ്റുകയാണ്, ഫാനിൻ്റെ ചൂടിലേക്ക് മാറ്റാൻ വേണ്ടി ചെറിയ ചെറിയ പാത്രങ്ങളിലോട്ട് ആക്കി വയ്ക്കുകയാണ്. ഓരോ തവണയും ഇങ്ങനെ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം വിശപ്പ് എന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മനുഷ്യർ വിശന്നിരിക്കുക, അപ്പോൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെന്തോരം ഫുഡാണ് പല സമയങ്ങളിലായിട്ട് വേസ്റ്റാക്കി കളയുന്നത്. അങ്ങനെ വേസ്റ്റാക്കി കളയാൻ ചാൻസസ് ഉള്ളതിൻ്റെ നമ്മൾ അതിൻ്റെ ഒരു എമൗണ്ടിൻ്റെ ഒരു ഭാഗം നമ്മൾ മാറ്റി വെച്ചാൽ മാസം ഒരു 5-6 പേർക്കെങ്കിലും നമുക്ക് ഫുഡ് കൊടുക്കാൻ കഴിയും. അങ്ങനെ എല്ലാ ആളുകളും ചിന്തിക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ആഗ്രഹമുള്ളത്. അത് നടക്കുകയോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ കഴിയുന്നവരൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് ഏറ്റവും ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഏകദേശം നമ്മൾ ഒരു 6:30-7 മണിയൊക്കെ ആവാനായ സമയത്തേക്കും നമ്മൾ ഏകദേശം എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് കറിയും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് സാമ്പാർ നല്ല ലാവിഷായിട്ടാണ് ഇത്തവണ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് പറ്റ് വച്ചാൽ വൈകുന്നേരം കൂടിയിട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. വൈകുന്നേരം കൂടിയിട്ട് ഉണ്ടാക്കി എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി, ഇഡ്ഡലി തന്നെ വേണമെങ്കിൽ ഇഡ്ഡലി തന്നെ ഉണ്ടാക്കി വൈകുന്നേരം കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കഴിയുന്ന ഒരു പൊതിയാണ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ സമയമായി, നമ്മൾ ഇന്നലെ രാത്രി തുടങ്ങിയതാണ്, ഇന്ന് സമയം 6:30 ആയി. ഇനിയിപ്പോൾ കൊണ്ടുപോയി കൊടുക്കണം. തയ്യാറായപ്പോൾ ഞാനൊരു പെട്ടി എടുത്തു, അതിലോട്ട് കംപ്ലീറ്റ് അടുക്കി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കൊണ്ടു കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് അടുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം. ഭയങ്കര സന്തോഷമാണ് കേട്ടോ, ഇതുപോലെ ഇങ്ങനെ ഭക്ഷണ പൊതികൾ ഒരുക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. അത് ആൾക്കാർ മേടിക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ എന്താ പറയുക, നമുക്ക് ഒരാളുടെ വിശപ്പെങ്കിലും ഒരു നേരം മാറ്റാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഒരു പെട്ടി നിറയെ എടുത്തു വെച്ചു കേട്ടോ ഭക്ഷണപ്പൊതികൾ. അപ്പോൾ നമുക്ക് വണ്ടിയിലെടുത്ത് വയ്ക്കാനും, നേരത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബേസ് ബോർഡ് പെട്ടിയിലല്ലാതെ നമ്മൾ വയ്ക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ വന്നതായിരുന്നു കേട്ടോ. ഭക്ഷണം കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഉറക്കം വന്നു. കാരണം ഇന്നലെ നൈറ്റ് കംപ്ലീറ്റ് ഉറങ്ങാണ്ടിരുന്ന കാരണം നല്ലപോലെ ഉറക്കം വന്ന് ഭക്ഷണം കൊടുക്കേണ്ട സ്ഥലം എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ഉറക്കം എല്ലാം പോയി. ആൾക്കാർ വന്നതും ഫുഡാണോ എന്നിട്ട് ക്യൂ നിന്ന് ഒക്കെ ഫുഡ് വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ അത്ര രാവിലെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് മനുഷ്യരുടെ കാര്യമാണ് നമ്മൾ. അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റുന്നതാണ്, പക്ഷെ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ കൊടുക്കുക. ഭക്ഷണം എന്താ പറയുക, നമ്മൾ എടുത്ത് വേസ്റ്റാക്കി കളയാതെ നമ്മളെ ആവശ്യത്തിന് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ബാക്കി ഒക്കെ സേവ് ചെയ്ത് ഏതെങ്കിലും ഒരു നേരം മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുക. അങ്ങനെ ഭക്ഷണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയ ഒരാളെ ഒതുക്കി കളഞ്ഞു എല്ലാവരും കൂടിയിട്ട് അല്ലേ. എടുത്ത് ഒതുക്കി ഒരറ്റത്തോട്ട് ഇങ്ങനെ ഒതുക്കി ഇരുത്തി. അയ്യോ ഞാൻ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഭയങ്കര വിളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അവർ ഭക്ഷണം ചിലപ്പോൾ കിട്ടുമോ, എല്ലാ ആൾക്കാർക്കും കൊടുത്തിട്ട് അവർക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ ക്യൂ നിന്നൊക്കെ മേടിക്കാന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള ആൾക്കാർ ക്യൂ ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ എന്നിട്ട് ആൾക്കാർ എന്ന് പറയുക വണ്ടി ഇപ്പോൾ പൊളിഞ്ഞു പോകും, വണ്ടിയെ പൊളിക്കും, ഡിക്കിയിലൊക്കെ അങ്ങ് തൂങ്ങി അങ്ങൊക്കെ വീഴുക. കാരണം നമ്മൾ രണ്ടുപേരേ ഉള്ളൂ, വേറെ ആരും ഇല്ല ഇന്ന് മാനേജ് ചെയ്യാനും ഇതിനൊന്നും ഒക്കെ ആയിട്ടല്ലേ. അപ്പം അതുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന്? ചില ആൾക്കാർ കറിയൊന്നും ഇല്ലാതെ ഫുഡൊക്കെ എടുത്തു, കറിയില്ലാതെ ഇഡ്ഡലിയുടെ പൊതി മാത്രം എടുത്തോണ്ടേ. കറിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു.
നമ്മൾ എക്സ്ട്രാ കറി ഒരു 5-6 കറി എക്സ്ട്രാ കറി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ നോക്കിയപ്പോൾ ഒരു 10-15 കറി എക്സ്ട്രാ ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിവേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആയിരുന്നു, അപ്പോൾ അതോടൊന്നിച്ച് കൊടുത്തതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കുക. എനിവേ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ. Bye.